ഇറാഖിൽ ആക്രമണം നടത്തിയതായിട്ടുള്ള മിസൈൽ ആക്രമണം നടന്നതായിട്ടുള്ള വാർത്ത വരുന്നത് ഇറാൻ മാധ്യമങ്ങളിലൂടെയാണ്, അല്ലാതെ ഇറാഖിൽ നിന്നുമുള്ളതല്ല. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ രണ്ടിടങ്ങളിൽ നിന്നും കൂടി അലർട്ട് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ബഹ്റൈനിൽ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സൈറൺ മുഴങ്ങുന്നത് കേട്ടതായി അവിടെയുള്ള ആളുകൾ പറയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആളുകൾ പുറത്തിറങ്ങുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അനാവശ്യമായിട്ട് പുറത്തിറങ്ങരുത് അടക്കമുള്ള നിർദ്ദേശങ്ങൾ ബഹ്റൈൻ നൽകിയിട്ടുണ്ട്. ഏറ്റവും വലിയ കാര്യം ബഹ്റൈന്റെ ഈ നിർദ്ദേശം വരാനുള്ള കാരണം ബഹ്റൈനിലാണ് ഏറ്റവും വലിയ നാവിക താവളം, ഈ മേഖലയിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ നാവിക താവളം ഉള്ളത് ബഹ്റൈനിലാണ്. ഏതാണ്ട് 9,000-ഓളം സൈനികരുണ്ട് അവിടെ. മാത്രമല്ല ഈ വലിയ കപ്പലുകൾക്ക്, പടക്കപ്പലുകൾക്ക് നങ്കൂരമിടാൻ പറ്റിയ വലിയ തുറമുഖമാണ് അവിടെ ഉള്ളത്. വിമാനവാഹിനി കപ്പലുകൾക്ക് അടക്കം വന്ന് നിൽക്കാൻ പറ്റിയ സ്ഥലമാണ് ബഹ്റൈനിലേത്. അതുകൊണ്ട് തന്നെയാണ് കുവൈറ്റിലും ബഹ്റൈനിലും ഒക്കെ ഇപ്പോൾ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുവൈറ്റിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്, ഇറാഖിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഈ മേഖല, പശ്ചിമേഷ്യ, പ്രത്യേകിച്ച് GCC രാജ്യങ്ങളെല്ലാം തന്നെ ഇനിയിപ്പോൾ അറിയിപ്പുകൾ വരേണ്ട 1-2 രാജ്യങ്ങൾ, ഒന്ന് സൗദി അറേബ്യ, UAE, ഒമാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളാണ്. സ്വാഭാവികമായും ഈ ഒരു ഘട്ടത്തിൽ ഒരു ആഭ്യന്തര മന്ത്രാലയവും ദേശകാര്യ മന്ത്രാലയവും ഒക്കെ കൂടിയാലോചിച്ച ശേഷമായിരിക്കും സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ട് എന്താണ് ഒരു നിർദ്ദേശം നൽകേണ്ടത് എന്നുള്ളൊരു കാര്യത്തിലൊക്കെ ഒരു തീരുമാനം വരിക. ഏതായാലും ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ, ഇറാഖ് അടക്കമുള്ള രാജ്യങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ അതീവ ജാഗ്രത പ്രഖ്യാപിക്കുകയും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹ്റൈനിൽ വ്യോമപാത പൂർണ്ണമായും അടച്ചതായിട്ട് റിപ്പോർട്ട് വരുന്നു. നേരത്തെ ഖത്തർ വ്യോമപാത അടച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ബഹ്റൈൻ കൂടി വ്യോമപാത അടച്ചു. അതുകൊണ്ട് തന്നെ ഗൾഫ് മേഖലയിലെ വ്യോമ ഗതാഗതം പൂർണ്ണമായും ഇനി പൂർണ്ണമായും തകരാറിലാകും. കുവൈറ്റിൽ നിരവധി മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവർ വിമാനത്താവളത്തിൽ നിന്നുമുള്ള ദൃശ്യങ്ങൾ അടക്കം നമുക്ക് അയച്ചു തന്നിരുന്നു. വിമാനങ്ങൾ ക്യാൻസൽ ചെയ്തതായിട്ടുള്ള റിപ്പോർട്ട് കുവൈറ്റ് വിമാനത്താവളത്തിൽ നിന്നും വരുന്നുമുണ്ട്. ശരി, ആ രീതിയിലാണ് കാര്യങ്ങൾ. എന്തായാലും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാന്റെ മിസൈലുകൾ എത്തുന്നു, US സൈനിക താവളങ്ങൾക്ക് നേരെ എത്തുന്നു എന്നുള്ളതാണ്. ഖത്തറിൽ മാത്രമല്ല ഇറാഖിലും ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളുണ്ട്. BBC ഒക്കെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇറാന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം കൂടി ഇനി നിർണായകമാണ്. ആശങ്കയോടുകൂടി തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം വരികയാണ്. US സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാന്റെ മിസൈലുകൾ എത്തുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഖത്തറിന്റേതായിട്ടുള്ള ഔദ്യോഗിക വിവരം, ഒരു സ്ഥിരീകരണം വരുന്നുണ്ട്. എന്തായാലും ആകാശത്ത് വെച്ച് തന്നെ ഈ മിസൈലുകൾ നിർവീര്യമാക്കിയിട്ടുണ്ട് എന്ന് ഖത്തർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ബഹ്റൈൻ വ്യോമപാത അടച്ചിട്ടുണ്ട്. ബഹ്റൈനിൽ വലിയ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ, ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്. ബഹ്റൈനിലാണ് US-ന്റെ ഏറ്റവും വലിയ നാവിക താവളം ഉള്ളത്. അപ്പോൾ ആ രീതിയിൽ കൃത്യമായി കാര്യങ്ങൾ കൈക്കൊണ്ട് ആ രീതിയിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങൾക്കെല്ലാം വലിയ രീതിയിൽ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്.